കൊൽക്കത്തയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ യോഗ ദിനാഘോഷം നടന്നത്. കൊൽക്കത്തയിലെ റെഡ് റോഡിലാണ് പരിപാടി നടക്കുന്നത്. 21 जून का ये दिन पृथ्वी के कुछ भूभाग पर साल में सबसे लंबी अवधि का दिन होता है और अंतर्राष्ट्रीय योग दिवस के कारण 21 जून का ये दिन विश्व के सबसे बड़े सामूहिक उत्सव का दिन भी बन गया है. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഈ യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന പരിപാടി നടക്കുന്നത് ഇത്തവണ കൊൽക്കത്തയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇത്തവണയും കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടക്കുന്ന യോഗ ദിന പ്രത്യേക പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് 50,000-ത്തിലധികം പേർ പങ്കെടുക്കും എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ ഇന്നലെ ഉച്ചവരെ മാത്രം 38,000-ത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഈ പരിപാടിക്കായി എന്ന് അറിയിച്ചത്. ഇതൊരു ഗിന്നസ് റെക്കോർഡ് പരിപാടിയാക്കാനുള്ള ശ്രമത്തിലാണ് ബംഗാൾ സർക്കാർ. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ യോഗാ ദിനത്തിൽ തന്നെ വലിയ പങ്കാളിത്തം ഉറപ്പാക്കി റെക്കോർഡ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനായി സർക്കാർ ജീവനക്കാർക്ക് അടക്കം ഉള്ള പ്രത്യേക വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതോടനുബന്ധിച്ച് യോഗാ ദിനത്തോട് അനുബന്ധിച്ച് രാജ്യവ്യാപകമായി തന്നെ വിവിധ നഗരങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. സമാനമായി മറ്റ് തലസ്ഥാനങ്ങളിൽ കൂടാതെ ഇന്ത്യക്ക് പുറത്ത് വിവിധ എംബസികൾ കേന്ദ്രീകരിച്ചും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 2015-ലാണ് ആദ്യ യോഗാ ദിനം ഡൽഹിയിൽ രാജ്പഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നീട് എല്ലാ വർഷവും ഓരോ നഗരങ്ങളിലേക്ക് ലക്നൌവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വിശാഖപട്ടണവും അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ എത്തിയ ശേഷമാണ് പിന്നീട് ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പരിപാടി മാറിയിരിക്കുന്നത്. ആദ്യ യോഗാ ദിന പരിപാടിയിൽ 10 കോടിയിൽ താഴെ മാത്രമായിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള പങ്കാളിത്തം എങ്കിൽ ഇത്തവണ അത് 30 കോടിക്കടുത്ത് എത്തും എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 26 കോടിയോളം ജനങ്ങൾ ഈ അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇത്തവണ യോഗാ ദിനത്തിന്റെ പ്രത്യേക ആശയം എന്നുള്ളത് പ്രായമാകുന്നവരിലുള്ള യോഗ എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് 100 ദിവസം മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കർട്ടൻ റൈസർ. ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതിലെ പ്രധാന പരിപാടിയിൽ 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സെഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.